ഇപ്പോൾ നമ്മൾ ഡോളിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ നിർത്തിയത് 34th റൗണ്ടിലാണ്. ഇപ്പം ഞാൻ അവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൗണ്ട് 34 ആണ്. BLO ആണ് നമ്മൾ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷയാണ് എല്ലാ സ്റ്റിച്ചിലും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നിർത്തിയത് ഒരു 30 സിംഗിൾ ക്രോഷയിലാണ്. അപ്പോൾ ഇവിടെ BLO ചെയ്യുമ്പോഴും ഒരു 30 സിംഗിൾ ക്രോഷ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ BLO എന്ന് പറയുന്നത് നമുക്കറിയാം ബാക്കിൽ വരുന്ന ലൂപ്പിനെയാണ് പറയുന്നത് കേട്ടോ. 2 സ്റ്റിച്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വരുന്ന ലൂപ്പാണ് നമുക്ക് BLO എന്ന് പറയുന്നത്, ഡോളിൻ്റെ ഉൾഭാഗത്തേക്ക് വരുന്നത് കേട്ടോ. ഇപ്പോൾ റൗണ്ട് കഴിഞ്ഞിട്ട് അടുത്തത് റൗണ്ട് 35 ആണ്. ഇവിടെ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസ് അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ നമുക്ക് ഒരു 6 തവണ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 24 സ്റ്റിച്ചസാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് സ്പീഡായിട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി റൗണ്ട് എന്ത് ചെയ്യേണ്ടതെന്ന് എഴുതി വയ്ക്കുന്നുണ്ട്. അത് നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഇനിയും ഇതുപോലെയുള്ള അമ്മിഗുരുമി ഡോൾസിൻ്റെയും മറ്റുമൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് ഉപകാരമാവുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെയൊക്കെ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ എനിക്ക് കുറച്ച് ഉപകാരമാണ്. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണേ. ഇപ്പോൾ നമുക്ക് റൗണ്ട് 35 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സ്റ്റഫ് ചെയ്യാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റഫ് ചെയ്യാവുന്നതാണ്. കുറച്ച് ടൈറ്റായിട്ട്, അപ്പോൾ സ്റ്റഫ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ നല്ല ടൈറ്റായിട്ട് തന്നെ സ്റ്റഫ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അല്ലെങ്കിൽ ഡോളിനൊരു സ്റ്റഡിനെസ് ഉണ്ടാവില്ല. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പല സ്ഥലത്തും പല ഷേപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് റൗണ്ട് 36 ആണ് ചെയ്യുന്നത്. ഇവിടെ തൊട്ട് നമുക്ക് ഡോളിൻ്റെ ഹാൻഡ് ജോയിൻ ചെയ്യാനുള്ളതാണ്, ആംസ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമുക്ക് 5 സിംഗിൾ ക്രോഷയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നോക്കുക, അതായത് ഡോളിൻ്റെ ബോഡിയുടെ 2 കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണോ നമ്മുടെ ഹാൻഡ് വരുന്നത് എന്നുള്ളത് ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇതുവരെ ചെയ്തതിൽ അല്ലെങ്കിൽ ലാസ്റ്റ് റൗണ്ട് ചെയ്താലൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ഓൾറെഡി 5 സിംഗിൾ ക്രോഷയാണ് വേണ്ടത് കേട്ടോ. സിംഗിൾ ക്രോഷയായി നമുക്കിനി ഡോളിൻ്റെ ആംസ് നമുക്ക് അവിടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഡോളിൻ്റെ ആംസിൽ നമുക്ക് 4 സ്റ്റിച്ചസാണ് ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. 4 ഡോളിൻ്റെ ആമിൻ്റെ ഉള്ളിൽ കൂടെയും അതുപോലെ ബോഡിയുടെ ഉള്ളിൽ കൂടെ ആയിട്ട് കറക്റ്റ് സ്പേസിൽ കൂടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്തുകൊണ്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം. 4 സിംഗിൾ ക്രോഷയാണ് നമുക്ക് ആമിൽ കൂടെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് ആമിൻ്റെ ബാക്ക് സൈഡ് മാത്രമാണ് നമുക്കിപ്പം ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അതായത് അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. 2 സൈഡും കൂട്ടിച്ചേർത്തിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് നന്നായി ശ്രദ്ധിക്കണേ. ഇത് കുറച്ചൊരു എന്താ പറയുക, ബുദ്ധിമുട്ടായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീഡിയോ കറക്റ്റായിട്ട് എടുക്കലും ഇതും ഒരു ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലിയർ അല്ലാത്ത പോലെ ഇരിക്കുന്നത് കേട്ടോ. ഒന്ന് ക്ഷമിക്കണേ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് ഡോളിൻ്റെ ഹാൻഡ് അല്ലെങ്കിൽ ആമിൽ ബാക്ക് സൈഡ് മാത്രമാണ് നമ്മൾ കണക്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 സിംഗിൾ ക്രോഷ നമ്മളിപ്പോൾ വിട്ടിട്ടാണ് ചെയ്തത്. ഇനി ഒരു 8 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കേട്ടോ.
അതായത് നമുക്കിനി ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ടും സിംഗിൾ ക്രോഷേ വരും. ഇനി നമുക്ക് അടുത്ത ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡാണ് ഇനി വെക്കേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി ഒരു റൈറ്റ് ഹാൻഡ് ആണ് നമ്മൾ ജോയിൻ ചെയ്തത് കേട്ടോ. ഒരു 8 സിംഗിൾ ക്രോഷേ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സൈഡിലേക്ക് തന്നെ വരും. അത് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഹാൻഡ് നമുക്ക് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 സിംഗിൾ ക്രോഷേ കൂടി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് വരും. ഇനി അടുത്ത റൗണ്ട് ഇതേ സെയിം തന്നെയാണ് ചെയ്യുന്നത്. 5 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി നമുക്ക് ഹാൻഡിൻ്റെ ആ ഒരു ഔട്ടർ പോർഷനാണ് ഇനി നമുക്ക് ജോയിൻ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഔട്ടർ പോർഷനിലുള്ള 4 സ്റ്റിച്ചിൽ കൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് 4 സിംഗിൾ ക്രോഷേ വച്ച് ചെയ്തിട്ടാണ് നമുക്കത് ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. ഔട്ടറിൽ വരുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റിച്ചിൽ കൂടെ മാത്രമാണ് നമ്മളിപ്പം ചെയ്യുന്നത്. 2 ഭാഗം കൂടി കൂട്ടിച്ചേർത്ത് തുന്നുന്നില്ല കേട്ടോ. ആദ്യം നമ്മൾ ബാക്ക് സൈഡിൽ വരുന്നത് വെച്ച് ചെയ്തു. ഇപ്പോഴത്തെ റൗണ്ടിൽ ഫ്രണ്ടിൽ വരുന്നത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് മൊത്തമായിട്ട് ഒരു 8 സിംഗിൾ ക്രോഷേ വീണ്ടും ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹാൻഡിലും ഇതുപോലെ തന്നെ ഔട്ടർ പോർഷനിൽ 4 സിംഗിൾ ക്രോഷേ വെച്ച് ജോയിൻ ചെയ്യിക്കുക. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു 3 സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്ക് റൗണ്ട് 37 കഴിഞ്ഞു. നമ്മുടെ ആമൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 24 സ്റ്റിച്ചസാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിന് 38 റൗണ്ട് വരുന്നത്. അതിൽ ജസ്റ്റ് സിംഗിൾ ക്രോഷേ മാത്രമാണ് ചെയ്യുന്നത്. 24 സിംഗിൾ ക്രോഷേസ് ചെയ്യുന്നു. എപ്പോഴും സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ചിലപ്പോൾ അത് ഇടുന്നതും ഇടാണ്ടൊക്കെ നിങ്ങൾക്ക് കാണാം. അത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ് പ്രശ്നമാണ് കേട്ടോ. ഇനി അടുത്ത റൗണ്ട് 39 ആണ്. ഇവിടെ നമുക്ക് 5 സിംഗിൾ ക്രോഷേയും 2 ഡിക്രീസ് വെച്ച് ചെയ്യുന്നു. അതായത് ഹാൻഡ് വന്ന ഭാഗം നമ്മൾ ഡിക്രീസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം 5 സിംഗിൾ ക്രോഷേ വരുന്നു. പിന്നെ ഹാൻഡിന് അവിടെ നമുക്ക് 4 സിംഗിൾ സ്റ്റിച്ചസും ഉണ്ട്. അപ്പോൾ നമ്മളത് ഡിക്രീസ് ചെയ്യാണ്. 2 ഡിക്രീസ് ചെയ്യുമ്പോൾ അത് ചുരുങ്ങി വരികയാണ് വേണ്ടത് കേട്ടോ. രണ്ട് ഡിക്രീസ് അവിടെ ചെയ്യുന്നു. ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ട് വീണ്ടും 8 സിംഗിൾ ക്രോഷേ വരും. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ആ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ ഒരു 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ഉണ്ട്. അത് നമുക്ക് വീണ്ടും ഡിക്രീസ് ചെയ്യാം. അപ്പോൾ അവിടെ വീണ്ടും 2 ഡിക്രീസ് ചെയ്യാം. അതായത് 8 സിംഗിൾ ക്രോഷേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും 2 ഡിക്രീസ് ചെയ്യാം. അതിനുശേഷം ഫ്രണ്ടിലോട്ട് നമുക്കൊരു 3 സിംഗിൾ ക്രോഷേ കൂടെ വേണ്ടി വരും കേട്ടോ. അതായത് നമുക്ക് ഹാൻഡിൻ്റെ ഭാഗത്ത് 2 ഡിക്രീസുകൾ, 2 സൈഡിലും ഈ 2 ഡിക്രീസ്, ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ടോട്ടൽ 8 സിംഗിൾ ക്രോഷേ വീതമാണ് ചെയ്യുന്നത്. നമുക്കിനി 40ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും നമുക്ക് 5 സിംഗിൾ ക്രോഷേ. പിന്നെ നമ്മൾ 2 ഡിക്രീസാണ് ഹാൻഡിൻ്റെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ. അത് നമുക്ക് 1 ഡിക്രീസായിട്ട് അവിടെ ചെയ്ത് ഒന്നും കൂടി അതിനെ ഒന്ന് ചെറുതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം 5 സിംഗിൾ ക്രോഷേ, പിന്നെ ഹാൻഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 1 ഡിക്രീസ് ചെയ്യാം. ഇനി ബാക്ക് സൈഡിലോട്ടായിട്ട് വീണ്ടും 8 സിംഗിൾ ക്രോഷേ വരും. വീണ്ടും ഹാൻഡിൻ്റെ സൈഡിലെത്തുമ്പോൾ 1 ഡിക്രീസ് വരുന്നു. പിന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ഒരു 3 സിംഗിൾ ക്രോഷേ കൂടെ വരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം 2 ഡിക്രീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 18 സ്റ്റിച്ചസാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇനി റൗണ്ട് 41 ആണ്. 41 എന്ന് പറയുമ്പോൾ 18 സിംഗിൾ ക്രോഷേസ് മാത്രമായിട്ടാണ് ചെയ്യുന്നത്.
ഇനി ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈറ്റായിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കാം. ഇപ്പോൾ റൗണ്ട് 41 കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ പോർഷനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഒരു ഫ്രണ്ട് ലൂപ്പ് കിടപ്പുണ്ട്. വൈറ്റ് കളറിൽ നിന്ന് കഴിഞ്ഞ് ബെയ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കൊരു ഫ്രണ്ട് ലൂപ്പ് അവിടെ കിടപ്പുണ്ട് കേട്ടോ. അതിലാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ആൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനിൽ ഒരു 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഹാൻഡിൻ്റെ പോർഷൻ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു 6 സിംഗിൾ ക്രോഷ്യ ആവും. നമുക്കറിയാം നമ്മൾ ഹാൻഡ് അറ്റാച്ച് ചെയ്തേക്കുന്നത് 4 സിംഗിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചിലാണെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 6 എണ്ണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ അല്ലെങ്കിൽ മുകളിൽ വരുന്ന ഒരു 4 സ്റ്റിച്ചസ് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഡ്രസ്സിൻ്റെ സ്ലീവാണ് നമുക്കിനി അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ 6 സ്റ്റിച്ചസ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഹാൻഡിൻ്റെ അടിയിൽ വരുന്ന ഒരു 4 എണ്ണം അത് നമ്മൾ കളയാണ്. മുകളിൽ വരുന്നതിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്കൊരു 12 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബാക്ക് സൈഡിലോട്ടായിട്ട്, അതായത് ഈ 4 സ്റ്റിച്ചസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് വരുന്ന 5ാമത്തെ ലൂപ്പിലേക്കാണ്, അല്ലെങ്കിൽ 5ാമത്തെ ഫ്രണ്ട് ലൂപ്പിലാണ് നമ്മളിനി ഇത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലായിട്ട് ഒരു 11 സിംഗിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. എനിക്ക് എണ്ണം തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നു. നമുക്ക് 11 സിംഗിൾ ക്രോഷ്യ ബാക്കിൽ ചെയ്യാം. വീണ്ടും അടുത്ത ഹാൻഡിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. കലം ലൈറ്റ് കളർ യാൺസ് ആയാലും അതുപോലെ ഒത്തിരി ഡാർക്ക് കളറായാലും നമുക്ക് വീഡിയോസിൽ നിന്നല്ല, നമുക്ക് സാധാരണയായിട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റിച്ചസ് കണ്ടുപിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. വീഡിയോയിലാവുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ കാണാനായിട്ട്. ഞാൻ ചെയ്യുന്നത് എവിടെയാണോ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് കണ്ടുവന്ന് വരില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എഴുതുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ ഒരു 15 സിംഗിൾ ക്രോഷ്യ ഞാൻ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ലെഫ്റ്റ് സൈഡിലുള്ള ഹാൻഡിന് സ്ലീവ് വയ്ക്കാം. വീണ്ടും നമുക്കൊരു 12 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് താഴെ വരുന്ന 4 സ്റ്റിച്ചസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വെച്ച് അതിനെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് 4 സ്റ്റിച്ചസ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മളിനി ചെയ്യുന്നത്.
എന്താണെന്നറിയില്ല, സ്ലീവ് ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നു. ഫ്രണ്ടിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു. നമുക്കൊരു 5 സിംഗിൾ ക്രോഷ്യാണ് ഫ്രണ്ടിൽ നമുക്ക് വേണ്ടി വരുന്നത്. ഇപ്പം ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും റൗണ്ടുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ സ്ലിപ്പ് സ്ലിച്ച് ഇട്ടിട്ട് വേണം അവസാനിപ്പിക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിതിൽ രണ്ടാമത്തെ റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഡ്രസ്സിൻ്റെ പോർഷനിൽ ടോപ്പിൽ രണ്ടാമത്തെ റൗണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ നമുക്കൊരു 46 സ്റ്റിച്ചസ് ഇവിടെ അവൈലബിൾ ആണ്. 2 സ്ലീവിൻ്റെ പോർഷനിൽ വരുന്ന 12ഉം 12ഉം 24, പിന്നെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമുക്കൊരു 22 സ്റ്റിച്ചസും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിതിലെല്ലാത്തിലും അറൗണ്ട് സിംഗിൾ ക്രോഷേ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 46 സിംഗിൾ ക്രോഷേ ഈ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യാം. സ്ലീവിൽ വരുന്ന സ്റ്റിച്ചസ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതിൽ കൂടെ കൃത്യമായിട്ട് നോക്കി നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് സിംഗിൾ ക്രോഷേ ചെയ്യണേ കറക്റ്റായിട്ട്. ഇപ്പോൾ നമ്മുടെ സ്ലീവിന് കുറച്ചും കൂടെ ഒരു വീതി കൂടി വന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി തേർഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. നമുക്കിവിടെ കുറച്ചൊന്ന് ഡിക്രീസ് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് 5 സിംഗിൾ ക്രോഷേ വേണം. അത് കഴിഞ്ഞാൽ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്കൊരു ഡിക്രീസ് ചെയ്തേക്കാം. അതായത് സ്ലീവിൽ നമ്മൾ ഓൾറെഡി 12 സിംഗിൾ ക്രോഷയാണ് ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിനകത്ത് ഒരു ഡിക്രീസ് നമ്മൾ ചെയ്യുന്നു. പിന്നെ നമുക്ക് ടോട്ടൽ വീണ്ടും ആ സ്ലീവിൻ്റെ ഭാഗത്ത് 10 സിംഗിൾ ക്രോഷേ ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടെ വീണ്ടും 10 തവണയും കൂടിയും ചെയ്യാം. സെക്കൻഡ് റൗണ്ട് നിർത്തണമെങ്കിൽ നമുക്ക് നിർത്താം. പക്ഷേ നമ്മൾ സ്ലീവ് വളരെ ചെറുതായി പോവും. നമുക്കൊന്നുകൂടി വലുതാക്കി എടുക്കണം എന്നുണ്ടെങ്കിലാണ് ഈ തേർഡ് റൗണ്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരു 10 സിംഗിൾ ക്രോഷേ കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടെ ആ സ്ലീവ് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഡിക്രീസും കൂടെ അവിടെ ചെയ്യാം കേട്ടോ. പാപ്പു അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 9 സിംഗിൾ ക്രോഷയാണ് നമുക്ക് ബാക്കിലേക്ക് വേണ്ടി വരിക. കാരണം നമ്മളിവിടെ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് എണ്ണം കുറയുന്നത് കേട്ടോ. 9 സിംഗിൾ ക്രോഷേ വേണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഡിക്രീസ് ചെയ്യാം. സ്ലീവിൻ്റെ അടുത്തോട്ട് എത്തും നമുക്ക് 9 സിംഗിൾ ക്രോഷേ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത ഡിക്രീസ് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവിനകത്ത് വീണ്ടും ഒരു 10 സിംഗിൾ ക്രോഷേ വേണം.
ഇനി സ്ലീവിൻ്റെ ആ 10 സിംഗിൾ ക്രോഷ്യ കഴിയുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് വരും. അപ്പോൾ അവിടെ ഒന്നുകൂടെ ഒരു ഡിക്രീസും കൂടിയും ചെയ്യാം. അതായത് നമ്മുടെ ആ സ്ലീവ് കുറച്ചൊന്ന് ടൈറ്റായിട്ട്, അതായത് കറക്റ്റായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് വരാനാണ് നമ്മൾ ആ ഡിക്രീസുകൾ കൊടുക്കുന്നത് കേട്ടോ. രണ്ട് സ്ലീവിൻ്റെയും രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഓരോരോ ഡിക്രീസുകൾ വീതം വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് തയ്ക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് ഹാൻഡൊന്നും അധികം ലൂസാവാതെ ഊരി പോകാത്ത രീതിയിലുള്ള ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. ആ ഹാൻഡൊക്കെ കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഡിക്രീസുകൾ ചെയ്തേക്കുന്നത്. ഇനി ബാക്കി വരുന്നത് നമുക്കൊരു 4 സ്റ്റിച്ചസ് ആയിരിക്കും. അതിനകത്ത് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വൈറ്റ് യാൺ വെച്ചിട്ടുള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് യാണിനെ കട്ട് ചെയ്തെടുക്കാം. അതിന് നമുക്ക് ആ ഒരു ഭാഗത്ത് തന്നെ എങ്ങനെയെന്നല്ല കറക്റ്റായ രീതിയിൽ തന്നെ നമുക്കതിനെ ഒന്ന് ഉറപ്പിച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ. അവിടെ നമുക്ക് 2 ബാക്ക് ലൂപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് ലൂപ്പുകൾ കാണാൻ പറ്റും. അതിനകത്ത് രണ്ടാമത്തെ ലൂപ്പിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 3 ചെയിൻ സ്റ്റിച്ച്, പിന്നെ ഒരു ഡിക്രീസ് ഇൻക്രീസ് ആണ്, ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. നമുക്കറിയാം ഈ റൗണ്ടിലൊക്കെ നമ്മൾ 30 സ്റ്റിച്ചസാണ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന രീതിയിലാണ് നമ്മൾ ഈ റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻക്രീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു 45 സ്റ്റിച്ചസാണ് കിട്ടുക. റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ആദ്യത്തെ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി രണ്ടാമത്തെ റൗണ്ടാണ്. വീണ്ടും നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത റൗണ്ടിൽ ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, പിന്നത്തെ അടുത്ത റൗണ്ട് വരുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ 2 എണ്ണം ചെയ്യണം, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. അതായത് ഫസ്റ്റത്തെ റൗണ്ടിൽ ഒരു ഡബിൾ ക്രോഷ്യയും ഒരു ഇൻക്രീസുമാണ് ചെയ്തത്. രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ 2 ഡബിൾ ക്രോഷ്യയും ഒരു ഇൻക്രീസുമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെയും കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ 60 സ്റ്റിച്ചസ് കിട്ടും. ഇനി നമ്മൾ വീണ്ടും ഒരു 3 ചെയിൻ സ്റ്റിച്ചിലാണ് മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തവണ നമ്മൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രമാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതേ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. രണ്ടാമത് മുതൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് മാത്രമാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതം വെച്ച് നമുക്ക് ചെയ്യണം. ഓൾറെഡി നമുക്ക് 60 സ്റ്റിച്ചസാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇൻക്രീസ് മാത്രം ചെയ്യുന്നത് കൊണ്ട് 60 + 60 നമുക്ക് 120 സ്റ്റിച്ചസാണ് ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഫ്രണ്ട് ലൂപ്പ് മാത്രമാണ് എടുത്ത് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ഈ 2 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് നമുക്ക് അല്ലെങ്കിൽ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഏറ്റവും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന 3 ചെയിൻ സ്റ്റിച്ചിൽ മൂന്നാമത്തെ സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ റൗണ്ട് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് യാണൊന്ന് കട്ട് ചെയ്ത് ഹുക്ക് വലിച്ചെടുത്ത് ആ യാണിനൊന്ന് അവിടെ നമുക്ക് സെക്യൂർ ആക്കി വെക്കാമേ.
യാൺ പുറത്തോട്ട് ഇനി ഊരി പോരാത്ത രീതിയിൽ നമുക്ക് അവിടെയുള്ള മറ്റ് സ്റ്റിച്ചസിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് വെച്ച് വലിച്ചെടുത്ത് അവിടെ ഉറപ്പിക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രണ്ട് ലൂപ്പ് ചെയ്തതുകൊണ്ട് ബാക്ക് ലൂപ്പ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളതിലാണ് 4ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പിൽ നമുക്ക് നേരത്തെ ചെയ്ത അതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് യാൺ വീണ്ടും നമ്മളവിടെ അറ്റാച്ച് ചെയ്യണം. അതിനുശേഷം അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ 3 ചെയിൻ സ്റ്റിച്ച് വേണം. ഞാൻ ആദ്യം യാൺ അറ്റാച്ച് ചെയ്തത് ശരിയായില്ല കേട്ടോ, അതുകൊണ്ടാണ് രണ്ടാമത് ചെയ്യുന്നത്. ഓക്കെ, 3 ചെയിൻ സ്റ്റിച്ച്, സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ. ഇനി ബാക്കി വരുന്ന 59 സ്റ്റിച്ചസ് ഉണ്ട്. അതിൽ ഓരോന്നിലും നമുക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത് കേട്ടോ. ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ വീതം ചെയ്യുന്നു. റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 120 ഡബിൾ ക്രോഷേസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ് 3ാമത്തെ ചെയിൻ സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമുക്ക് ഈ റൗണ്ട് അവസാനിപ്പിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് 5th റൗണ്ടാണ് വരുന്നത്. 5th റൗണ്ട് എന്ന് പറയുമ്പം ഇപ്പോൾ നമുക്ക് അറൗണ്ട് 120 സ്റ്റിച്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 120 ഡബിൾ ക്രോഷേസ് തന്നെയാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിനകത്തും ഓരോ ഡബിൾ ക്രോഷേ വീതം വെച്ചാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ 130 എന്നാണ് എഴുതിയത്, പക്ഷെ നമുക്ക് 120 ആണ് ആവശ്യമുള്ളത് കേട്ടോ. എനിക്ക് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മുടെ ഡോളിൻ്റെ ബോഡി, ഡ്രസ്സ്, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫിനിഷ് ആവും. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയിൻ സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമുക്ക് ഹുക്കിനെ വലിച്ചൂരി എടുക്കാവുന്നതാണ് കേട്ടോ. യാൺ കട്ട് ചെയ്തെടുക്കാം. അടുത്ത ഹെഡും ഹെയറും ഒക്കെ അടുത്തതിൽ